It is a choice we make every day. മനോഹരമായ പ്രഭാതത്തിൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും അതേസമയം ഏറ്റവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനുമാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഡിവിഷന്റെ ഇന്നത്തെ വിഷയം ദാമ്പത്യ ജീവിതം എങ്ങനെ ആനന്ദകരമാക്കാം. ജീവിതയാത്രയിൽ രണ്ട് വ്യക്തികൾ ഒരേ സ്വപ്നം നെയ്തെടുക്കുകയും സന്തോഷങ്ങളും വെല്ലുവിളികളും കൈകോർത്ത് നേരിടുകയും ചെയ്യുന്ന വിശുദ്ധമായ ഒരു ബന്ധമാണ് ദാമ്പത്യം. ആ ബന്ധത്തെക്കുറിച്ച് സുന്ദരവും സമ്പന്നവും ആക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി കൂടിയായിട്ടുള്ള ജമീല ടീച്ചറാണ്. 30 വർഷത്തിലധികം അധ്യാപന രംഗത്ത് സേവനം അനുഷ്ഠിച്ചതിനു ശേഷം ഇന്ന് കരിയർ ആൻഡ് ഫാമിലി കൗൺസിലറായി പ്രവർത്തിക്കുന്ന ശ്രീമതി KV ജമീല ടീച്ചറെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. MA BEd യോഗ്യതകൾക്കൊപ്പം ജനറൽ ആൻഡ് ഇസ്ലാമിക് സൈക്കോളജിയിൽ ഡിപ്ലോമയും നേടിയിട്ടുള്ള ടീച്ചർ പ്രശസ്ത NLP ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ CK റാഷിദ് സാറിനോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി എനർജൈസേഴ്സ് ഹബിന്റെ ഭാഗമായി മനസ്സിന്റെ ശക്തിയെയും വ്യക്തിവികാസത്തെയും കുറിച്ചുള്ള പ്രഭാത സെഷനുകൾ നടത്തി നിരവധി ആളുകളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ അനുഭവ സമ്പത്തും മനഃശാസ്ത്രപരമായ അറിവും കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടും ചേർന്ന അവരുടെ വാക്കുകൾ ഇന്ന് നമുക്ക് ഊർജ്ജസ്വലതയോടെ പുതിയ ചിന്തകളോടെ പ്രചോദനത്തോടെ കേൾക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. പ്രിയ ടീച്ചർ, ഈ അറിവിന്റെ വേദിയിലേക്ക് ടീച്ചറെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പ്രഭാതത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ സാന്നിധ്യം അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പങ്കാളികൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം അറിയിക്കുകയാണ്. ദാമ്പത്യം എന്നത് ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, പരസ്പരം വളരാനും വിരിയാനും ഇടം നൽകിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ള ഒരു യാത്ര കൂടിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. Over to you, teacher. Thank you very much and welcome to all. പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദാമ്പത്യ ജീവിതം എങ്ങനെ സുന്ദരമാക്കാം അല്ലെങ്കിൽ എങ്ങനെ ആനന്ദകരമാക്കാം എന്ന വിഷയമാണ്. നമുക്കറിയാം, കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും ഉന്നതനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് മനുഷ്യനെയാണ്. അപ്പൊ ഈ ജീവജാലങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നുണ്ട്, അവര് പരസ്പരം ഇണചേരുന്നുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ വംശപരമ്പര ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു റിസ്ട്രിക്ഷൻസും എവിടെയും അവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ഇണയെ അവർ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ ഇണ ചേരുന്നു, അവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഒരു തടസ്സങ്ങളും അവരുടെ ജീവിതത്തിലില്ല. എന്നാൽ ഈ ഭൂമിയുടെ ചുക്കാൻ പിടിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടിപ്പിനാണ് എന്തുള്ളത്, ചില നിയമങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഏത് വിശ്വാസത്തിലുള്ള ആളുകളാണെങ്കിലും, മതപരമായിട്ട് ഏത് വിശ്വാസത്തിലുള്ള ആളാണെങ്കിലും, അവിടെ നമുക്ക് ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു കരാർ അവിടെ പാലിക്കുന്നതോടുകൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം, ഏത് ജീവജാലങ്ങൾക്കും ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇണചേരുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ. ഇതേപോലെ തന്നെയാണ് മനുഷ്യനും. ഒരു ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് തന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സെക്സിനോട്, അത് പെണ്ണാണെങ്കിൽ ആണിനോടും ആണാണെങ്കിൽ പെണ്ണിനോടും ഒരു അട്രാക്ഷൻ അവിടെ ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അത് അവരുടെ ശാരീരികമായ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ മാനസികമായ മാറ്റങ്ങളും ഒക്കെയാണ് അതിന് കാരണം. അപ്പൊ എങ്കിലും നമുക്ക് അവിടെ ആ ഒരു ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇണയെ ഇണയുടെ കൂടെ ജീവിക്കാൻ നമുക്ക് അവിടെ അനുമതിയില്ല. അവിടെയാണ് വിവാഹം എന്ന് പറയുന്ന ഒരു
പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് ഒരു വഴിത്തിരിവ് തന്നെയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ വിവാഹം കഴിക്കുന്നതോടുകൂടി നമുക്കറിയാം, വിവാഹം എന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ രണ്ട് ഭാഗത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ അറിയാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്നു. ഈ ഒരുമിച്ച് ചേരുന്നതോടുകൂടി തന്റെ ജീവിതത്തിന്റെ മരണം വരെ, അന്ത്യശ്വാസം വരെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു കരാറാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരുമിച്ച് ചേരുന്നത് നമുക്കറിയാം, ഒരു ബന്ധം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ബന്ധങ്ങൾക്കും കാരണമായ ഏത് നിമിഷവും വേർപിരിഞ്ഞു പോവാവുന്ന അല്ലെങ്കിൽ വേർതിരിക്കാവുന്ന ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഈ വിവാഹ ബന്ധമാണ്. അപ്പൊ ഈ വിവാഹത്തോടു കൂടി നമുക്ക് സമൂഹത്തിലെ മനുഷ്യനെന്ന് പറയുന്ന സാമൂഹ്യ ജീവി, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം അവിടെ രൂപീകരിക്കപ്പെടുകയും അതിലൂടെ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണവും സംസ്കാരവും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് തന്നെ സഹായിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു നിർവഹണമാണ്, നമ്മൾ ഉത്തരവാദിത്ത നിർവഹണമാണ് ഈ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ബന്ധം ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, നമ്മൾ വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തോടു കൂടി നമുക്ക് താല്പര്യമുള്ള ഇണയെ സെലക്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായിട്ടുള്ള ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അനിവാര്യമായിട്ടുള്ള ഒരു കർമ്മമാണ് എന്നാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. തോന്നിയ പോലെയല്ല, നമ്മൾ അവിടെ വിവേകത്തോടു കൂടി വേണം നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജീവിതം തുടങ്ങേണ്ടതെന്നാണ്. അപ്പൊ നമ്മൾ ഏതായാലും നമ്മൾ അങ്ങനെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോഴേ നമുക്ക് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുപാട് ഫിസിക്കലി ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നതോട് കൂടിയിട്ട് അവിടെ മാനസികമായിട്ട് അവര് ഒരുമിച്ച്, അല്ലെങ്കിൽ സുഖത്തിലും ദുഃഖത്തിലും പ്രശ്നത്തിലും പ്രയാസത്തിലും അവരൊരുമിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ മാനസികമായിട്ട് അതിന് തയ്യാറായി കഴിഞ്ഞാലേ നമുക്ക് സന്തോഷത്തിൽ മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വിശദീകരിക്കാം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, സ്നേഹമാണ്, പരസ്പര സ്നേഹം എന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ വിവാഹത്തോടു കൂടി ഒന്നിക്കുകയാണല്ലോ. അപ്പൊ അതോടുകൂടി നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു മാസ്മരികത, ആ ഒരു ഇതിന് നമ്മൾ അവിടെ സാക്ഷ്യം വഹിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ ഇഴകി ആ ഒരു പേസ്റ്റ് ആണ്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്ന പേസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലവ് ഈസ് സാക്രിഫൈസ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സ്നേഹം എന്നത് ഒരു ത്യാഗമാണ്. അപ്പൊ ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയാം. എങ്ങനെയുള്ള സ്നേഹമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്? നിരുപാധികമുള്ള സ്നേഹമാണ് കൊടുക്കേണ്ടത്. ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. എനിക്ക് ഇത് കിട്ടിയാലേ ഞാൻ ഈ രീതിയിൽ സ്നേഹിക്കുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ പറയുമ്പോഴേ ഇങ്ങനെ ഞാൻ ഇത് ചെയ്യുള്ളൂ, ഇതല്ല. നമ്മൾ നിരുപാധികം സ്നേഹിക്കുക. എനിക്ക് എൻ്റെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ പാതയാണ് ഈ ഇണ എന്ന് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങണം. ഒരുപാട് പോരായ്മകളും ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. എത്ര ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവലോകനം ചെയ്ത് ചികഞ്ഞു നോക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ല അവരുടെ കാര്യങ്ങൾ. ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും അപ്പുറമായിട്ടുള്ള ചില സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാം, ഗുണങ്ങൾ ഉണ്ടാവാം, വൈകല്യങ്ങൾ ഉണ്ടാവാം. എന്തായാലും നമ്മൾ ആ നിരുപാധികം നമ്മൾ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്.
അത് നമ്മൾ ഈ സ്നേഹം ഉണ്ട് എന്ന് ദൂരെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ എന്താക്കണം, പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഈ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കാം, ഹണിമൂൺ സമയത്തും ഒക്കെ നല്ല ഹാപ്പി ആയിരിക്കാം. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരങ്ങനെ ഡൗൺ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താക്കുക, എല്ലാ സമയത്തും ഒരുപോലെ നമ്മളെ മനസ്സിനെ എനർജറ്റിക് ആയിട്ട് നിർത്തിക്കൊണ്ട് ഈ സ്നേഹം നമ്മൾ കൊടുക്കുകയും അത് ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് 10 കൊടുക്കുമ്പോഴേ നമുക്ക് 100 ഇങ്ങോട്ട് കിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് 10 കൊടുത്താലേ 100 ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിനെ സജ്ജമാക്കി നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പൊ ഈ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ ക്ലൈമാക്സ് ആണ്. ഈ ഒരു സ്നേഹപ്രകടനത്തിന്റെ ക്ലൈമാക്സ് ആണ് സെക്ഷൽ റിലേഷൻ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ആ ഒരു സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ, ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോവാണ്, ജോലിക്ക് വേണ്ടി പോവാണ്. ആ സമയത്ത് നമുക്ക് ആ ഭാര്യയെ പിടിച്ച് ഒരു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും നമ്മൾ ആ വികാരം അവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം അത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന് കഴിയണം. ശരിക്കും ദൈവം നമുക്ക് തന്ന ഒരു നിധിയാണ്, അല്ലെങ്കിൽ അനുഗ്രഹിച്ച് നൽകിയ നിധിയാണ് എൻ്റെ ഭാര്യ എന്ന ഒരു തോട്ട് ഭർത്താവിനും. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ നിധിയാണ് എൻ്റെ ഭർത്താവ് എന്ന് ഭാര്യക്കും അവിടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പോരായ്മകളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നിരുപാധികം സ്നേഹിക്കാൻ അവിടെ കഴിയും. അപ്പൊ ഈ നമ്മൾ ആവശ്യമായ പരിചരണം നൽകിക്കൊണ്ട് വാടാതെ തളരാതെ നമ്മൾ എന്താക്കണം, ആ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ചെടിയാണ് നമ്മൾ പറിച്ചു നടുന്നതെങ്കിൽ ആ ചെടിക്ക് അനുകൂലമായ അനുകൂലനങ്ങൾ നമ്മൾ ശരിയാവുമ്പോഴേ ആ ചെടി എന്താക്കാൻ പറ്റുള്ളൂ, വളരെ നല്ല രീതിയിൽ അതിന് വേരൂന്നാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം, ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടില് ആ കുട്ടി വളർന്ന് അവിടെ നിന്ന് പറിച്ചു നടുകയാണ്, വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടാണ്, വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടാണ്. ആ പറിച്ചു നടുന്നതിന് നടുമ്പോ അനുകൂലമായ ഒരു സാഹചര്യം ആ പ്രദേശത്ത് ആ സ്ഥലത്ത് ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ആ ചെടിക്ക് നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അതിന് കിട്ടേണ്ട ശരിക്കും ഒരു ഈർപ്പുണ്ടല്ലോ, നനവുണ്ടല്ലോ. ആ സത്യത്തിൽ ഈ നനവാണ് ആ മണ്ണിൽ കൊടുക്കുന്ന വെള്ളമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സ്നേഹം കൊടുത്തിട്ട് അതിന് തളിർക്കാൻ വേണ്ടി അനുവദിക്കണം. ആദ്യം വേരൂന്നാൻ വേണ്ടി അതിനെ അനുവദിക്കണം. അതൊരു പെൺകുട്ടിയാണെങ്കിലും അതേപോലെ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ചില ആളുകൾക്ക് അങ്ങനെ സിസ്റ്റം ഉണ്ട്. ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സിസ്റ്റം ഉണ്ട്. ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് പോകുന്ന, അധികം ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് ഭാര്യമാർ പോകുന്നതാണ് സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്, അതുകൊണ്ട് നമ്മൾ നിരുപാധികം അവരെ സ്നേഹിക്കണം എന്ന ആ ഒരു ചിന്തയോട് കൂടി തന്നെ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചാലേ അത് ആ ബന്ധത്തിന് അവിടെ എന്താ ഉണ്ടാവുള്ളൂ, വേരൂന്നാനും അതുപോലെ തന്നെ അത് തളിർക്കാനും അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ അവിടെ ഇടം വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാലും അതൊന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി പരസ്പര സ്നേഹം അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹം പങ്കുവെക്കണം. അത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, അവിടെ വീട്ടിലുള്ള മറ്റാളുകളുമായിട്ടുള്ള സ്നേഹവും കൂടി നമ്മൾ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ബാക്കിയുള്ള അവരുമായി ബന്ധപ്പെട്ട അവർ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അവരുടെ എല്ലാ താല്പര്യങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ സ്നേഹമാണ്. രണ്ടാമതായിട്ട് പരസ്പര വിശ്വാസമാണ്. പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള സംസാരത്തിലൂടെ ആശയവിനിമയത്തിലൂടെയൊക്കെയാണ് പരസ്പര വിശ്വാസം പ്രകടിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് സുതാര്യമായ സംസാരം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സംസാരമാണ്.
നമ്മൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കണം. അത് നമുക്കറിയാം, പുരുഷന്റെയും സ്ത്രീയുടെയും സൈക്കോളജി ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് ഡിഫറൻസസ് ഒരുപാടുണ്ട് കേട്ടോ. പുരുഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം പൂർണ്ണമായിട്ട് അങ്ങോട്ട് തുറന്ന് സംസാരിക്കാത്ത പ്രകൃതമാണ് എന്ന് സ്ത്രീകൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമാണെന്ന് പുരുഷനും ഒക്കെ മനസ്സിലാക്കണം. കുറെ കാര്യങ്ങൾ അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താക്കണം, നമ്മൾ സുതാര്യമായ സംസാരം, ഇപ്പൊ മറച്ചു വെക്കാനില്ലാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഒരു ഫോൺ കോൾ ചെയ്യാണ് അല്ലെങ്കിൽ കോൾ ചെയ്യാണ് നമ്മൾ, അത് ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റണം. അതേപോലെ മൊബൈൽ ഫോണിന്റെ ലോക്കുകൾ, ചില വീടുകളിൽ രഹസ്യമായ ലോക്കുകൾ ഉണ്ടാവും. ഫോണിന് ലോക്കുകൾ, വ്യത്യസ്തമായ ലോക്കുകൾ. അതേ സമയത്ത് ചില ഭാര്യക്കും ഭർത്താവിനും സെയിം ആയിരിക്കും. ഏത് സമയത്തും ഭാര്യയുടെ ഫോൺ എടുത്ത് ഭർത്താവിന് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഏത് പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും എന്റെ കൂടെ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വാക്ക് പാലിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, നമ്മൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി, അതായത് വിശ്വാസം എന്നിൽ. ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ ആ പറഞ്ഞ സമയത്ത് എവിടെയാണോ പോവേണ്ടത് ആ പറഞ്ഞ സമയത്ത് അവൾ തിരിച്ചു വരുമെന്നും, അല്ലെങ്കിൽ അവൾ ആ പറഞ്ഞ വാക്ക് അവൾ പാലിക്കുമെന്നും, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അദ്ദേഹം ആ വാക്ക് പാലിക്കും എന്ന ഉറച്ച വിശ്വാസം ആ സ്ത്രീക്കും ഉണ്ടാവണം. അതേപോലെ തന്നെ സ്ത്രീ ആ വാക്ക് പാലിക്കും എന്ന് പുരുഷനും അവിടെ ഉണ്ടാവണം. അപ്പൊ ഈ ഉദാഹരണമായിട്ട് ഒരു ദൂരയാത്രയിൽ ഒറ്റക്കാണ് പോകുന്നത്, പക്ഷെ ആ ഒരു പ്രശ്നം അവർക്ക് ഫീൽ ചെയ്യൂല. ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ആണെങ്കിൽ പരസ്പര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നം പ്രയാസം ഒന്നും ഫീൽ ചെയ്യില്ല. അതേ സമയത്ത് ചില കുടുംബങ്ങളിലുണ്ട്, നമുക്കറിയാം, ഒരു വിശ്വാസം ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരിൽ അവര് തർക്കിച്ചിട്ടോ അങ്ങനെ സംസാരിച്ചിട്ടോ അവരെന്താവും, ഒരുപാട് പ്രശ്നങ്ങളിലും പ്രയാസത്തിലേക്കും പോയി പിന്നീട് പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരു തോന്നല് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താവും, ഒരുപാട് പ്രയാസങ്ങളാണ്. അപ്പൊ ചില ആളുകൾ ഓവറായിട്ട് സ്നേഹം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഓവർ കെയറിങ്ങും ആണ്. അതേപോലെ തന്നെ പരസ്പര വിശ്വാസം ഉണ്ടാവുകയില്ല. ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസില് ആ ഒരു ഭർത്താവ് ഗൾഫിലാണ്. പക്ഷെ ആ ഗൾഫിലുള്ള ഭർത്താവ് ഭാര്യ എവിടെ പുറത്തു പോകുമ്പോഴും അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ എന്തിനാ, ഇത് അറിയാൻ വേണ്ടിട്ട് അവൾ എങ്ങോട്ടാ പോകുന്നത്, എന്താണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, അയാൾക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടായ ട്രോമകളാണ് അദ്ദേഹത്തെ ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ചെറുപ്പത്തില് എന്തായി പോയി, ഉമ്മയും ഉപ്പയും തമ്മിൽ ഡിവോഴ്സ് ആയി പോയി. അയാൾ ഏകാന്തരം ജീവിതം അനുഭവിച്ച് പിന്നീട് അയാൾ വിവാഹം കഴിച്ചപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, എന്റെ വൈഫും എന്നിൽ നിന്നും ഇതേപോലെ വേർപെട്ടു പോവോ എന്ന്. ആ ഭയപ്പാടാണ് അയാളുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അയാൾ എന്താ ചെയ്യുന്നത്, ഏത് സമയം എന്ത് കാര്യത്തിനും വിളിച്ചുകൊണ്ടേ ഇരിക്കും വീട്ടിലേക്ക്. അതേപോലെ തന്നെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, പുറത്തു പോകുമ്പോൾ അവളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവൾക്ക് സഹിക്കാൻ പറ്റാതെ അവസാനം ഇവർ ഡിവോഴ്സിലേക്ക് എത്താണ്. 2 കുട്ടികളുണ്ട്, പക്ഷെ ആ കുട്ടികളൊന്നും അവർക്ക് പ്രശ്നമായില്ല. അവസാനം ഡിവോഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് പരസ്പര വിശ്വാസമില്ലാത്ത രീതിയിൽ എന്താ പറയുന്നത്, നമ്മള് പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംശയങ്ങൾ ഉണരും. അതേപോലെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉടലെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് കാരണമാവും എന്നുള്ളതാണ്. അപ്പൊ വളരെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി 2 പേരും ശ്രമിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാക്കാൻ വേണ്ടി നമുക്ക് പറ്റുക. അപ്പൊ അവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്ന ആ സംഗതി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മൾ പരസ്പരം മത്സരിക്കണം എന്നുള്ളതാണ്. 2 പേരും മത്സരിക്കണം. അവിടെ സംശയങ്ങൾക്ക് ഒരു പൊട്ടിന് പോലും ഒരു ഇടം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനടുത്തായിട്ടുള്ള പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് പരസ്പര ബഹുമാനമാണ്. നമുക്കറിയാം, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരു ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം എന്നാണ്. ഭാര്യ ഭർത്താവിനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം. ഒരു വ്യക്തി എന്ന നിലക്ക് തന്റെ ഭാര്യക്ക് അർഹിക്കുന്ന ബഹുമാനം തന്റെ ഭർത്താവ് കൊടുക്കണം.
ഭർത്താവ് എന്നുള്ള നിലക്ക് ആ ഭർത്താവിന് അർഹിക്കുന്ന ബഹുമാനം ഭാര്യയും കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതം വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോവാം. നമുക്കറിയാം, വ്യത്യസ്തതയിലും തുല്യതയിലും ബഹുമാനിക്കാൻ പറ്റണം. ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും, അതുപോലെ തന്നെ തുല്യതകളും ഉണ്ടാവും. ആ രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഏകദേശം 2000 ഡിഫറൻസസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ഡിഫറൻസസ് അല്ല ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ. അപ്പൊ നമ്മൾ ഈ വൈജാത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റണം, സ്നേഹത്തോടു കൂടി പരസ്പര ധാരണയോടുകൂടി പരസ്പര പൂരകങ്ങളായിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റണം. നമുക്ക് നമ്മുടെ ഇണയെ നമ്മൾ ജീവിത പങ്കാളിയാക്കി നമ്മൾ സ്വീകരിച്ചത് സന്തോഷവും സമാധാനവും ആസ്വാദനവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബന്ധത്തിനാണ് അവിടെ ഉലച്ചിൽ തെറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ നമുക്ക് എപ്പോഴും ഈ ഒരു സ്നേഹത്തിന്റെ ഭാഷക്ക് ശബ്ദം കുറവാണെന്നാണ്. ചില ആളുകൾ ഒച്ചത്തിൽ സംസാരിക്കും. ഈ ഒച്ചത്തിൽ സംസാരിക്കേണ്ട ആളുകൾ മനസ്സുകൾ തമ്മിൽ അകലുമ്പോഴാണ് ശബ്ദം കൂടുന്നതെന്നാണ്. ആ ശബ്ദം കൂടുമ്പോ നമുക്ക് നമ്മൾ തമ്മില് ബന്ധത്തിന് കുറവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാനസികമായിട്ട് നമ്മൾ അടുപ്പം കുറവുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് സൗമ്യമായിട്ട് അല്ലെങ്കിൽ സംസാരം വേണ്ട, ശരിക്കും നമ്മുടെ സ്നേഹപ്രകടനത്തിന് വേണ്ടി അവിടെ ലാംഗ്വേജ് വേണ്ട എന്നാണ്. അപ്പൊ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വികാരം. പക്ഷെ ഇവിടെ നമ്മൾ ചില സമയങ്ങളിൽ ചില നോട്ടത്തിൽ നമുക്ക് ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷനിൽ, ബോഡി ലാംഗ്വേജിൽ, അതേപോലെ വാക്കുകളിൽ, പ്രവർത്തനത്തിലൊക്കെ നമുക്ക് പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ ഉയർത്തി സംസാരിക്കും, ചില ആളുകൾ മോശമായ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മളെ ദേഷ്യം വരുമ്പോൾ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില ആളുകൾ ഷൗട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഒന്ന് കീപ് മം. ആ സമയത്ത് ഇനിയിപ്പോ ഭർത്താവ് ഭാര്യനെ ചീത്ത പറയുകയാണെങ്കിലും, ഇനി ചില സമയങ്ങളിൽ വൈകാരികമായിട്ട് തള്ളിച്ച വരുമ്പോ ഭാര്യ ചില ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ടാവും, ഭാര്യമാർ അങ്ങോട്ടും സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് ഭർത്താവിനും അവിടെ കീപ് മം, മിണ്ടാതിരിക്കാൻ വേണ്ടി കഴിയണം എന്നുള്ള. എന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് അവരെപ്പോഴാണോ നോർമൽ ആകുന്നത് ആ സമയത്ത് ആ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട്, നിങ്ങൾ നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമിച്ചു, എന്റെ മനസ്സിന് വല്ലാതെ മുറിവേറ്റു, ഇനി നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അതേപോലെ ഞാൻ നിങ്ങളിൽ നിന്ന് അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്, ഞാൻ ഇങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചത്. ഇങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റണം, മുന്നോട്ട് പോവാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ്. അപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷം സമാധാനം കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അനുസരണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ അനുസരണ എന്ന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അനുസരണ ഉള്ളയിടത്താണ് അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാവുക. അപ്പം അത് നമുക്കറിയാം, ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് ഒരു അനുസരണ ഇല്ലാത്ത ഒരു ഭാര്യയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങാണ്. എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങൾക്കാണ്ട് എടുത്തൂടെ എന്നൊരു വാക്കാണ് ആ ഭാര്യയുടെ അടുത്ത് വരുന്നതെങ്കിൽ, ഇനി അവൾക്ക് അല്ലെങ്കിൽ രാവിലെ ഒരു കാലിച്ചായ കിട്ടണം, അപ്പൊ ഭർത്താവിന് ഉണ്ടാക്കട്ടോ, പക്ഷെ ഉണ്ടാക്കി നമുക്ക് കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒന്നും അല്ല എങ്കിലും നമുക്ക് പൊതുവേ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വീട്ടിലെ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ കൂടുതലായിട്ടും എൻഗേജ് ആവുന്ന സ്ത്രീകളാണല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്ക് പ്രതീക്ഷയാണ്, നമ്മളത് ചെയ്ത് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്ക് അനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിച്ച് കൊടുക്കുമ്പോഴാണ് വളരെ സന്തോഷത്തിൽ നമുക്ക്
മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ശരിക്കും അനുസരണയുള്ള ഒരു ഭാര്യയെ കിട്ടുന്ന ഒരു ഭർത്താവ് ഭാഗ്യവാനാണെന്നാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം, നമ്മൾ ഈ അനുസരണ എന്ന് പറയുന്ന കാര്യത്തിലൂടെ ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്താണോ ഉള്ളത് ഇതൊക്കെ താഴോട്ട് കിട്ടുന്നുണ്ട്, നമ്മളെ മക്കളിലേക്ക് അത് പകർന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളെ ഒരു തീരുമാനം എടുക്കുമ്പോഴാണെങ്കിലും, അതുപോലെ അത് പാലിക്കപ്പെടുന്ന സമയത്താണെങ്കിലും, അത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സമയത്താണെങ്കിലും, എന്താണെങ്കിലും നമ്മളെ സ്വന്തം വീട്ടില് അപ്പൊ ഭാര്യക്ക് ഉദാഹരണമായിട്ട് ഭാര്യ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. പക്ഷെ ഭർത്താവ് ഇന്ന് പോവേണ്ട, എനിക്ക് നാളെ പോയാൽ മതി, എനിക്ക് ഇന്ന് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പക്ഷേ ഡ്രസ്സ് ഇട്ട് കാത്തിരിക്കുകയായിരിക്കും. ഭർത്താവ് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട്, നീ മാറ്റി നിൽക്ക് ഞാൻ വരാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴാണെങ്കിലും ആ ഡ്രസ്സ് അഴിച്ചിടാൻ നമുക്ക് അത് ഇട്ട ഡ്രസ്സ് നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് പോക്ക് നിർത്തിവെച്ചു എന്നുള്ള ആ മനസ്സ് സ്വീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഒന്നും ഇങ്ങോട്ട് പ്രകടിപ്പിക്കാതെ, ഭാവ വ്യത്യാസങ്ങളില്ലാതെ, വാക്കിലൂടെ അത് പ്രകടിപ്പിക്കാതെ ആ ഒരു സംഗതിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പരസ്പരം, അല്ലെങ്കിൽ നമുക്ക് പറയാം അനുസരണ എന്ന് പറയുന്ന കാര്യം ഭാര്യ മാത്രം അനുസരിക്കേണ്ടതല്ല, ഭർത്താവും അനുസരിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ, ഇന്ന കാര്യം നിങ്ങൾ വരുമ്പോ ഇന്ന സംഗതി കൊണ്ടുവരണേ, അല്ലെങ്കിൽ ഇന്ന സംഗതി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് ആ സംഗതി പൂർത്തീകരിക്കാൻ ഭർത്താവും അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം ബഹുമാനിക്കുക, അനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അനുസരണ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ ജീവിതത്തിന്റെ കെട്ടുറപ്പ് തന്നെ അവിടെ എന്താവും, തകർന്ന് തരിപ്പണമാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മള് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ ആഗ്രഹം എന്റെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണെങ്കിലാണ് അവിടെ സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിന് മാറ്റുകൂട്ടാൻ നമുക്ക് പറ്റും, മാധുര്യം വർദ്ധിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് പരസ്പര ധാരണയും അംഗീകാരവും എന്ന് പറഞ്ഞാല്. ഇപ്പൊ പരസ്പര ധാരണ എന്ന് പറഞ്ഞാല് എന്റെ ഇണ ഏത് രീതിയിലുള്ള ആളാണ് എന്ന് ബോധ്യത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ആ ഒരു പരസ്പര ധാരണയിൽ കൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഏത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇണയിൽ ഇന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും ഹൈലൈറ്റ് ചെയ്ത് കാണാതെ അവരിൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നത് എനിക്ക് ബോധ്യമായിക്കൊണ്ട് ആ ബോധ്യത്തോടു കൂടി ഞാൻ അവരെ അതെടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ആ സംഗതി വെച്ചിട്ട് അവരെ സ്നേഹിക്കുകയും അവരോട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി സംസാരിക്കാനും ഒക്കെ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് ആ ഒരു പരസ്പര ധാരണയിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ ആഹാരം പാചകം ചെയ്ത് ആ ആഹാരം കഴിക്കുന്ന സമയത്ത് പോരായ്മകളെ കുറിച്ച് പറയാതെ ഇത്ര നന്നായിട്ടുണ്ട് എന്ന് അപ്രീഷിയേഷൻ കൊടുക്കാനും, ചെറിയ ചെറിയ കാര്യത്തിനും അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 5 കാര്യങ്ങൾ തന്നെ പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായ ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇതിനേക്കാൾ ഒരുപാട് പോയിന്റ്സ് ഇനിയും സംസാരിക്കാനുണ്ട്. പക്ഷെ സമയക്കുറവ് പോലെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. ദാമ്പത്യം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള പൊരുത്തപ്പെടലുമല്ല, മറിച്ച് 2 മനസ്സുകളുടെ മനോഹരമായ ഒരു സംഗീതമാണെന്ന് ടീച്ചർ ഇന്ന് നമുക്ക് ലളിതമായി പറഞ്ഞു തന്നു. പ്രശസ്ത കവി അക്കിത്തത്തിന്റെ വരികൾ ഓർമ്മ വരുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഇതുപോലെ പരസ്പരം വിട്ടുകൊടുക്കാനും ഒരാൾക്ക് സന്തോഷത്തിൽ മറ്റേയാൾക്ക് പങ്കുചേരാനും കഴിയുമ്പോഴാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാകുന്നതെന്ന് ജമീല ടീച്ചർ അനുഭവങ്ങളിലൂടെയും അറിവിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തി. സ്നേഹിക്കപ്പെടുക എന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതിലും വലുത് മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ ശ്രോതാക്കളായ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം. പെയ്തു തീർന്നാലും
പ്രകൃതിയെ പ്രണയാർദ്ധമാക്കുന്ന ഒരു മഴ പോലെയാണ് ചില മനുഷ്യരും അവരുടെ വാക്കുകളും. ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ച് ടീച്ചർ ഇന്നിവിടെ സംസാരിക്കുമ്പോൾ വെറുമൊരു ക്ലാസ്സിനപ്പുറം അതൊരു ആത്മവിചാരണയുടെ സുന്ദര നിമിഷങ്ങളായി മാറുകയായിരുന്നു. തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോയ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, സ്നേഹത്തിന്റെ നന്മകളെ എത്ര ലളിതമായിട്ടാണ് ടീച്ചർ നമുക്ക് വരച്ചിട്ടതല്ലേ. പ്രസിദ്ധമായ ഒരു കവിവരികൾ കൂടി ഉദ്ധരിക്കട്ടെ. വസന്തം വരും, വഴിയിൽ പൂക്കൾ വിരിയട്ടെ, നമ്മുടെ വാക്കുകളിൽ സ്നേഹം നിറയട്ടെ. ജീവിതം എന്നത് വെറും ഒരു യാത്രയല്ല, മറ്റുള്ളവർക്ക് തണലാകുന്ന ഒരു പുണ്യമാകട്ടെ. അതെ, ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കാൻ, പോസിറ്റീവായി ചിന്തിക്കാൻ ടീച്ചറുടെ വാക്കുകൾ ഇന്ന് നമുക്കേവർക്കും വലിയൊരു ഊർജമാണ് പകർന്നു നൽകിയത്. വിജ്ഞാനവും അനുഭവ സമ്പത്തും ചാലിച്ച ഈ സുന്ദര നിമിഷങ്ങൾക്ക് നമ്മെ ഇത്രത്തോളം ഹൃദ്യമായി വഴി നടത്തിയതിന് പ്രിയപ്പെട്ട ജമീല ടീച്ചറോട് ഈ സദസ്സിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് ഇത്രയധികം ജീവൻ നൽകിയ, സശ്രദ്ധം ശ്രവിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഈ സുന്ദരമായ ചിന്തകൾ നമ്മുടെ ജീവിത വീക്ഷണങ്ങൾക്ക് കൂടുതൽ വെളിച്ചമേകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നാളെ പുതിയ വിഷയവും പുതിയ അതിഥിയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ആൾ. More power to you. Thank you, ma'am. Thank you all.